കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 24-ാമത് വാക്യം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. പൗലൂസിൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ആസിയിൽ ദീർഘകാലങ്ങൾ കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരുന്നതിന് ശേഷം ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പറയപ്പെടുന്നൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ആ ഒരു ഭാഗത്തോട് ചേർന്നാണ് ചില വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചത്. 23-ാം വാക്യത്തിൽ പറയുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. അടുത്ത് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ ഉള്ളൂ. എന്തോ എൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമുക്ക് ഈ ലോകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമ വിശ്വാസിക്കും പുതിയ നിയമ ശുശ്രൂഷാ തലങ്ങൾക്കും ഉണ്ടായിരിക്കുന്ന ഏക ആഗ്രഹവും പ്രത്യാശയുമാണ് പൗലോസിലൂടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ പ്രാണന് ഒരു വിലയുമില്ല. എന്നാൽ എന്തിനാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്? കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്. ഓരോരുത്തരുടെ മേലും പകർന്നിരിക്കുന്ന ദൈവിക ശുശ്രൂഷയുടെ ആഴങ്ങളുണ്ട്. നമുക്കറിയാം, പുതിയ നിയമസഭയ്ക്കകത്ത് 5 വിധ പ്രധാന ശുശ്രൂഷകളെ നമുക്ക് കാണുവാൻ കഴിയുന്നല്ലേ. അപ്പോസ്തലത്വം, പ്രവാചകനായിട്ടുള്ള ശുശ്രൂഷകൾ, അതുപോലെ സുവിശേഷീകരണം, അതുപോലെ ഉപദേഷ്ടാവ്, സ്തോത്രം, ഇങ്ങനെ 5 വിധ ശുശ്രൂഷകളെ ഇടയ പരിപാലനമൊക്കെ, അങ്ങനെ 5 ശുശ്രൂഷകളെ നമുക്ക് പുതിയ നിയമത്തിനകത്ത് ദർശിക്കപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഓരോരുത്തർക്കും അപ്പോസ്തലന് ഉത്തരവാദിത്തമുണ്ട്, അതുപോലെ പ്രവാചകന് ഉത്തരവാദിത്തമുണ്ട്, അതുപോലെ സുവിശേഷകന് ഉത്തരവാദിത്തമുണ്ട്, ഇടയന് ഉത്തരവാദിത്തമുണ്ട്, ഉപദേഷ്ടാവന്. അപ്പം ഇത് 5 ശുശ്രൂഷകളും 5 വിധമാണ്, 5 തരത്തിലാണത് ഹാൻഡിൽ ചെയ്യേണ്ടത്, 5 രീതിയിലാണത് ഫ്രൂട്ട്ഫുള്ളായി പ്രയോജനപ്പെടേണ്ടതല്ലേ. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾക്കകത്ത് ഉറങ്ങുന്നതിന് വേണ്ടി പറയുക. ഒറ്റക്കാര്യമാണ് നമുക്കുള്ളത്, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. ഈ വിധ ശുശ്രൂഷകൾ പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ദൈവവൈതലിനും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. എലിശ എന്ന ദൈവമനുഷ്യനെക്കുറിച്ച് ഏലിയാവിനോട് ചേർന്ന് വർഷങ്ങളോളം നടന്ന എലിശയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞത് അവൻ്റെ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച് നടന്നവൻ എന്നാണ് പറഞ്ഞത് അല്ലേ. പ്രിയപ്പെട്ടവൻ്റെ അർത്ഥം ആ ഒരു പ്രവൃത്തിക്ക് പോലും സ്തോത്രം ദൈവം അതിനകത്ത് കണക്കിട്ടു എന്നുള്ളത് സത്യമല്ലേ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ സ്തോത്രം ഒരു പക്ഷേ ചർച്ചിൽ വരുന്ന സമയത്ത് പായിടാനോ അത് മടക്കി വയ്ക്കാനോ ഇല്ലെങ്കിൽ ചർച്ച് ക്ലീൻ ചെയ്യാനോ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിപ്പിച്ച സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന മേഖലകളുണ്ട്, മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കണം. ഇതെല്ലാം നമ്മൾ മനസ്സോടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ ആ വിഷയം ഏൽപ്പിച്ചു എന്ന ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അത് തികയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. ദൈവം എന്താണോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പൂർത്തീകരണം വരെ അത് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകുക. അതാണ് പൗലൂസും പറഞ്ഞത്, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം. അതിനായിട്ട് എവരെയും കർത്താവ് പ്രയോജനപ്പെടുത്തോട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. എല്ലാവിധമായ നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. സകലവിധ അനുഗ്രഹങ്ങളെയും ദൈവം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.